പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നല്ല പ്രഭാതം. ദൈവമുഖത്തേക്ക് പ്രാർത്ഥനയോടെ നോക്കുന്ന എല്ലാ മോർണിംഗ് പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വീണ്ടും ഒരു നല്ല ദിവസം കൂടെ ദൈവവചനം കേൾക്കാൻ പ്രാർത്ഥിപ്പാനൊക്കെ സർവകൃപാലുവായ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി. ദൈവാലോചനകൾ ഒരിക്കലും തെറ്റത്തില്ല. ദൈവത്തിൻ്റെ ശബ്ദമാണോ അത് തെറ്റത്തില്ല. അതാ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് നിയോഗത്തോടെ ആയിരിക്കുന്ന വിഷയം. പ്രാർത്ഥനയോടെ നമുക്ക് എടുക്കാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം. ആ കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ ആമേൻ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. ആമേൻ. യോശുവ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത്. ദൈവാത്മനിയോഗത്തോടുകൂടി അത് പറഞ്ഞത്. ആമേൻ. എന്തുകൊണ്ടത് പറയേണ്ടി വന്നത്? ഇസ്രായേൽ മക്കളുടെ നിമിത്തമാണ് യെരിഹോനെ എന്ത് ചെയ്തത്? അടച്ച് ഉറപ്പാക്കിയത്. അല്പം ഒന്ന് കഷ്ടപ്പെട്ടു ഇല്ലേ? അല്പം ഒന്ന് കഷ്ടപ്പെടുകയാണ്. ചില വിഷയത്തിനകത്ത് വളരെ നിസ്സാരമായിട്ട് ആമേൻ ഹല്ലേലൂയ ചെയ്യേണ്ട വിഷയം, നിസ്സാരമായിട്ട് ക്രമീകരിക്കേണ്ട വിഷയം, എത്ര ശ്രമിച്ചിട്ടും അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അതടുത്തൊരു ലെവലിലോട്ട് പോകുന്നില്ല, സമയം പോകുന്നു. ആമേൻ. അങ്ങനെയുള്ളൊരവസ്ഥയിലായിരിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ദൈവം നിൻ്റെ വിഷയത്തിനകത്തൊരു മറുപടി തരും. ദൈവം ഇതിൽ നീ ഭാരപ്പെടുന്ന നിൻ്റെ വിഷയത്തിനകത്ത് ദൈവം ഒരു മറുപടി തരും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ നിമിത്തമാണ് യെരിഹോവിനെ അടച്ചുറപ്പാക്കിയത്. 6-ാം അധ്യായത്തിൽ തുടക്കത്തിൽ അങ്ങനെ കാണുന്നത്. പക്ഷേ ദൈവം പറഞ്ഞതുപോലെ ദൈവം ആരോട് പറഞ്ഞു? യോശുവയോട് പറഞ്ഞു. എന്താ പറഞ്ഞു? ഇന്ന രീതി ചെയ്യണം. 6 ദിവസം പട്ടണത്തെ ചുറ്റി നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റണം. 7 പ്രാവശ്യം ചുറ്റി കഴിയുമ്പോൾ കാഹളമൊന്ന് ഊതണം. പട്ടണത്തിൻ്റെ മതിൽ വീഴും. ഹല്ലേലൂയ. യോശുവ ആമേൻ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. 6 ദിവസം ആമേൻ ഓരോ പ്രാവശ്യം ഒരു പട്ടണത്തെ ചുറ്റി. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി. ഹല്ലേലൂയ. ഞാൻ ദൂത് നിങ്ങളോട് പറയാം, നിന്റെ ചുറ്റലുകളൊന്നും വൃഥാവാകത്തില്ല. ചില ഇടങ്ങളിൽ നീ ചുറ്റുന്നത് പോലെ തോന്നുന്നുണ്ടോ? അലയുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഉഴലുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ഒന്നും വൃഥാവാകുക ഇല്ല. ഒന്നും വെറുതെ ആയി തീരുക ഇല്ല. ആമേൻ. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞു. ഒന്നാർപ്പിട്ടപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? തിരുവചനം പറയുന്നു, ആ പട്ടണത്തിൻ്റെ മതിൽ വീണു. ആ പട്ടണത്തിൻ്റെ കോട്ട ഇടിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. എന്താ സംഭവിച്ചത് അവിടെ? ഹല്ലേലൂയ. വലിയൊരു ദൈവപ്രവൃത്തി. ചില നന്മകളെ തടഞ്ഞു വെച്ചേക്കുന്നുണ്ടോ? ചില വാഗ്ദത്തങ്ങളെ തടഞ്ഞു വെച്ചേക്കുന്നുണ്ടോ? ഭാരപ്പെടേണ്ട കുഞ്ഞെ. ചിലത് വീഴാൻ പോവാ. ചില മതിലുകൾ വീഴാൻ പോവാ. ചില കോട്ടകൾ ഇടിയാൻ പോവാ. ആത്മമണ്ഡലത്തിൽ ദൈവം അത് ചെയ്തിരിക്കും. നോക്കിയേ, അങ്ങനെ ഇസ്രായേൽ മക്കളെ വളരെയധികം കഷ്ടപ്പെടുത്തിയ യെരിഹോ കോട്ട തകർന്ന് വീണ് കഴിഞ്ഞപ്പോൾ ദൈവത്താൽ അത് തകർന്നു വീണത്. യോശുവ പറയുന്നൊരു പദമുണ്ട്. എന്താ പറഞ്ഞേ? ഇതാരെങ്കിലും പണിയാൻ തുനിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ അതിൻ്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകൻ നഷ്ടമാകും. എന്താ യോശുവായി നീ അങ്ങനെ പറഞ്ഞത്? യോശുവായി നീ എന്തുകൊണ്ടാണ് അങ്ങനൊരു ശാപകരമായൊരു വാക്ക് പറഞ്ഞത്? യോശുവ പറയും, ഞാനല്ല പറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കൊണ്ട് പറയിച്ചതാണ്. കാരണം ഈ പട്ടണം നശിപ്പിച്ചത്, ഈ കോട്ട തകർത്തത് ഞങ്ങളല്ല, ഞങ്ങളുടെ ദൈവമാണ് തകർത്തത്. ദൈവം തകർത്തതിനെ മനുഷ്യൻ പണിയാനായിട്ട് പാടില്ല. ദൈവം തകർത്തതിനെ മനുഷ്യൻ പണിയാനായിട്ട് പാടില്ല. അത് അപകടമാണ്. അതുകൊണ്ട് മുന്നറിയിപ്പോടുകൂടെ യോശുവ പറഞ്ഞു, ആമേൻ, അവൻ്റെ തലമുറകൾ നഷ്ടമാകുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ബേഥേലിനായ ഹിയെ, അത് നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ ഹല്ലേലൂയ
രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തില 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. ആ കാലത്ത് ബേഥേലിനായ ഹിയേൽ യെരിഹോ പണിതു. യഹോവ നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവൻ അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ശെഗൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു. ആഹാബിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കരമായ മ്ലേച്ഛതയുടെ കാലഘട്ടമാണ്. ദൈവാലോചനയ്ക്ക് വിരുദ്ധമായി ചലിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ യോശുവയുടെ കാലഘട്ടത്തിൽ പറഞ്ഞ ആ ദൈവശബ്ദം വർഷങ്ങൾ കഴിഞ്ഞിട്ടും യോശുവ മരിച്ചു. 110 വയസ്സ് കഴിഞ്ഞപ്പോൾ യോശുവ മരിച്ചു. പക്ഷെങ്കിൽ ആ വചനം അവിടെ കടന്ന് ചലിക്കുകയാണ്. ആമേൻ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ബേഥേലിനായ ഹിയേൽ ആമേൻ അത് പണിയാൻ തുടങ്ങി. മൂത്ത മകനും ഇളയ മകനും നഷ്ടമാക്കാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, ഒരു ദൈവാലോചന നീ കേട്ടിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം കേട്ടത്, നാളുകൾക്ക് മുമ്പായിരിക്കാം കേട്ടത്, ഇതുവരെയും നടന്നില്ലല്ലോ എന്ന് ഓർത്ത് നീ ഭാരപ്പെടണ്ട. ആ വചനം നിവർത്തിക്കാൻ ദൈവം ജാഗരിക്കും കേട്ടോ. ദൈവം ജാഗരിക്കും. അതുകൊണ്ട് ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നിശ്ചയമായിട്ടും ചില ദൈവ ശബ്ദങ്ങളുടെ നിവർത്തീകരണങ്ങൾ, പൂർത്തീകരണങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുക തന്നെ ചെയ്യും. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവശബ്ദം കേട്ട മുഴുവൻ അംഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ഈ ശുശ്രൂഷയിൽ ആമേ എല്ലാവരും സഹകരിക്കുന്ന എല്ലാവരെയും അധികമായിട്ട് അനുഗ്രഹിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ വഹിച്ചാട്ട്, കൃപയിൽ പൊരിഞ്ഞാട്ട്, മാനിച്ചാട്ട്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.